2023 റിലീസ് ചെയ്ത 12th ഫെയിൽ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? IPS ഓഫീസറായ മനോജ് കുമാർ ശർമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളൊരു സിനിമയാണത്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിലും തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് ഈ സിനിമയുടെ പ്ലോട്ട്. നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് ഈ സിനിമ. ഇതുപോലെ ഒരു സിവിൽ സർവൻ്റ് ആകാൻ സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സിവിൽ സർവീസസ് എന്ന മേഖലയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ദ സ്റ്റീൽ ഫ്രെയിം ഓഫ് ദ നേഷൻ, രാഷ്ട്രത്തിൻ്റെ ഉരുക്ക് ചട്ടക്കൂട് എന്നറിയപ്പെടുന്ന മേഖല. ഇന്ത്യൻ സിവിൽ സർവീസസിലേക്ക് UPSC നടത്തുന്ന എക്സാമിൻ്റെ ഘടനയെയും സിലബസിനെയും കുറിച്ച് വ്യക്തമായ ധാരണ വേണം. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രസ്റ്റീജിയസ് ആയ 21ഓളം സർവീസുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഏറ്റവും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുവാൻ വേണ്ടി UPSC നടത്തുന്ന 3 ഘട്ടങ്ങളായുള്ള ഒരു സ്ക്രീനിംഗ് ടെസ്റ്റാണ് സിവിൽ സർവീസസ് എക്സാമിനേഷൻ. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 പ്രിലിമിനറി എക്സാമിനേഷൻ, നമ്പർ 2 മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് നമ്പർ 3 പേഴ്സണാലിറ്റി ടെസ്റ്റ്. സിവിൽ സർവീസസ് എക്സാമിൻ്റെ ആദ്യ ഘട്ടമായ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. പ്രായപരിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 21 വയസ്സാണ് വേണ്ട മിനിമം ഏജ്. മാക്സിമം ഏജ് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി 32, OBC കാറ്റഗറി 35, SC/ST ആണെങ്കിൽ 37, PWD അഥവാ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ 42. എന്നാൽ ഈ പ്രായപരിധിക്കിടയിൽ എല്ലാവർക്കും എല്ലാ വർഷവും എക്സാം എഴുതാൻ കഴിയില്ല. നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ലിമിറ്റഡ് ആണ്. ജനറൽ കാറ്റഗറി വിഭാഗത്തിന് 6 തവണയും OBC ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് വിഭാഗത്തിന് 9 തവണയും SC/ST വിഭാഗത്തിന് 37 വയസ്സ് വരെ ഓരോ തവണയും എല്ലാ വർഷവും എഴുതാം. സിവിൽ സർവീസസ് എക്സാം എഴുതാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദമാണ്. കൂടാതെ ഡിഗ്രി അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നാൽ പ്രിലിംസ് പാസ്സായി ഇവർ മെയിൻ എക്സാമിന് അപ്പിയർ ചെയ്യണമെങ്കിൽ ഡിഗ്രിയുടെ റിസൾട്ട് വരികയും അതിൽ പാസ്സായിരിക്കുകയും വേണം. ഇനി എക്സാം പാറ്റേണിനെ കുറിച്ച് പറയാം. 200 മാർക്ക് വീതമുള്ള 2 മണിക്കൂർ ദൈർഘ്യമുള്ള 2 ഒബ്ജക്റ്റീവ് പേപ്പേഴ്സാണ് പ്രിലിമിനറി എക്സാമിനുള്ളത്. ജനറൽ സ്റ്റഡീസ് 1 ആൻഡ് ജനറൽ സ്റ്റഡീസ് 2 അഥവാ CSAT, സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. GS 1-ൽ 100 ചോദ്യങ്ങളും CSAT-ൽ 80 ചോദ്യങ്ങളുമാണുള്ളത്. ഇതിൽ CSAT ക്വാളിഫയിങ് പേപ്പറാണ്. ഇതിൽ 33% മാർക്സ് അഥവാ 66-ന് മുകളിൽ മാർക്സ് നേടിയാൽ മാത്രമേ പേപ്പർ 1 ഇവാലുവേഷനായി പരിഗണിക്കപ്പെടുകയുള്ളൂ. GS 1-ൽ UPSC നിശ്ചയിക്കുന്ന കട്ട് ഓഫ് മാർക്സ് ക്ലിയർ ചെയ്യുന്നവരാണ് മെയിൻ എക്സാംസ് എഴുതാൻ യോഗ്യരാവുന്നത്. അതിൻ്റെ സിലബസ് നോക്കാം. GS 1 സിലബസ്, GS 2 സിലബസ് അഥവാ CSAT. എന്നാൽ 10 ലക്ഷത്തോളം പേർ അപ്ലൈ ചെയ്യുന്ന, 5 ലക്ഷത്തോളം പേർ അപ്പിയർ ചെയ്യുന്ന ഈ എക്സാമിൽ ഏകദേശം 12,000 പേർ മാത്രമേ മെയിൻ എക്സാം എഴുതാൻ യോഗ്യരാവുന്നുള്ളൂ. പ്രിലിമിനറി എക്സാം ഒരു എലിമിനേഷൻ പ്രക്രിയ മാത്രമാണ്. എന്നാൽ മെയിൻ എക്സാം എഴുത്തു പരീക്ഷയാണ്. അതിൽ നിങ്ങളുടെ അറിവും കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവുമാണ് അളക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളത് അനിവാര്യമാണ്. ഇനി മെയിൻ എക്സാം എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻ എക്സാമിന് 3 മണിക്കൂർ ദൈർഘ്യമുള്ള 9 പേപ്പേഴ്സാണുള്ളത്. അതിൽ 2 ക്വാളിഫയിങ് പേപ്പേഴ്സാണ്. പേപ്പർ A ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് പേപ്പർ B ഇംഗ്ലീഷ്. 300 മാർക്സ് വീതമുള്ള ഈ പേപ്പറുകളിൽ 75 മാർക്സ് നേടിയാൽ മാത്രമേ മെയിൻ എക്സാമിൻ്റെ മറ്റ് പേപ്പറുകൾ ഇവാലുവേഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. 250 മാർക്സ് വീതമുള്ള ബാക്കി 7 പേപ്പേഴ്സ്, അതായത് 1750 മാർക്സ് നിങ്ങളുടെ ഇൻ്റർവ്യൂ യോഗ്യതയ്ക്കും തുടർന്നുള്ള റാങ്ക് നിർണ്ണയത്തിനും പ്രധാന പങ്ക് വഹിക്കും. essay 3 മണിക്കൂർ കൊണ്ട് 250 മാർക്സിൻ്റെ ഉപന്യാസങ്ങൾ എഴുതുകയാണ് ഇവിടെ വേണ്ടത്. ജനറൽ സ്റ്റഡീസ് 1 ഇത്രയും ടോപ്പിക്സ് ആണുള്ളത്. ജനറൽ സ്റ്റഡീസ് 2, ജനറൽ സ്റ്റഡീസ് 3, ജനറൽ സ്റ്റഡീസ് 4. ഇനിയുള്ള 2 പേപ്പേഴ്സ് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ്. സോഷ്യൽ സയൻസ്, സയൻസ്, ലിറ്ററേച്ചർ റിലേറ്റഡ് ആയ UPSC ലിസ്റ്റ് ചെയ്തിട്ടുള്ള 48 വിഷയങ്ങളിൽ നിന്ന് ഏത് വിഷയം വേണമെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ 7 പേപ്പറുകളിലെ മാർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് യോഗ്യത നേടുന്നത്. UPSC CSEയുടെ അവസാന ഘട്ടമായ 275 മാർക്കുള്ള പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങളുടെ അനാലിറ്റിക്കൽ സ്കിൽസ്, വിവിധ വിഷയങ്ങളിലുള്ള നിലപാട്, ബാലൻസ് ഓഫ് ജഡ്ജ്മെൻറ്റ്, ലൈൻ ഓഫ് തിങ്കിങ്, പ്രസൻസ് ഓഫ് മൈൻഡ് പോലുള്ള കാര്യങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ പേഴ്സണാലിറ്റി ടെസ്റ്റിലെ 275 മാർക്സും മെയിൻ എക്സാം മാർക്സും ചേർത്ത് 2025 മാർക്സിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കപ്പെടുന്നു.
റാങ്കിലെ നിങ്ങളുടെ മുൻതൂക്കവും പ്രിഫറൻസും അനുസരിച്ച് നിങ്ങൾക്ക് അതാത് സർവീസുകൾ എലോക്കേറ്റ് ചെയ്യപ്പെടുന്നു. ഈ എക്സാമിനെ ഇത്രയും അടുത്തറിഞ്ഞപ്പോൾ എന്തു തോന്നുന്നു? നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് എന്തുമായിക്കൊള്ളട്ടെ, സ്വന്തം കഴിവിൽ വിശ്വസിച്ച് പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ടു ട്രാൻസ്ഫോം യുവർ ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. Alchemy IAS, transforming dreams into reality.